ഡിയർ ഫ്രണ്ട്സ്, ഇൻസ്പയർഡ് സോഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് പോകുന്ന വിഷയം എന്ന് പറയുന്നത് ന്യൂ ഇയർ തന്നെയാണ്. നമ്മളെല്ലാവരും ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ ഈ ഹാപ്പി ന്യൂ ഇയർ പലരും പല രീതിയിലാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ലോകമെമ്പാടും ഹാപ്പി ന്യൂ ഇയർ ആണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും അത് ചെയ്യുന്നതാണ്. ഞാനും നിങ്ങളും എല്ലാവരും അടങ്ങുന്ന സമൂഹം ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുകയും ആ ഹാപ്പി ന്യൂ ഇയറിൽ നമ്മളെല്ലാം മറക്കുകയും നമ്മൾ ആ ഒരു സെലിബ്രേഷൻ മൂഡിൽ നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് വരാണ്. ഇപ്പം നമ്മുടെ ജോലിയിൽ നിന്ന് നമുക്കൊരു മുക്തി കിട്ടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി ലൈഫിൽ നിന്ന് ചിലർക്ക് അങ്ങനെ മുക്തി കിട്ടുന്നു. ഫാമിലി ലൈഫിൻ്റെ സ്ട്രെസ്സും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ചിലർക്ക് മുക്തി കിട്ടുന്നു, ചിലർക്ക് ജോലിയിൽ നിന്ന് മുക്തി കിട്ടുന്നു. ഇത് നമ്മളിപ്പോൾ മറ്റുള്ളവരെ അങ്ങനെ പഴി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതായത് ഇത് നമുക്ക് എല്ലാവർക്കും സ്ട്രെസ്സ് ഉണ്ട് എന്നുള്ളത് വളരെ ഇതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ സ്ട്രെസ്സുകളിൽ നിന്നൊക്കെ ആളുകൾക്ക് മുക്തി കിട്ടുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ ഹാപ്പി ആവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് തുറക്കാൻ പറ്റുമ്പോഴാണ് അവർക്ക് ഹാപ്പി ആവാൻ പറ്റുന്നത്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ അവസരത്തിൽ ആളുകൾക്ക് അവരുടെ മനസ്സ് തുറക്കാനായിട്ട് പറ്റുന്നു. അതുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും ഹാപ്പി ആവുകയും ആ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലേക്ക് വരികയും പിന്നെ ക്രിസ്മസ് പാപ്പേനെ കത്തിക്കുകയും അങ്ങനെ പല പല സെലിബ്രേഷൻസ്. അവർ ക്രിസ്മസ് പാപ്പേനെ കത്തിക്കാമെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പഴയ മനുഷ്യനെ കത്തിക്കലാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഓരോ സെലിബ്രേഷൻസിൻ്റെ ആ ഒരു ഇതെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് കൂടുതൽ ഒരു ഹാപ്പിനെസ് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ ഒരു ലൈഫിലേക്ക് വന്നു എന്നൊരു ഫീല് കിട്ടുകയാണ്. അപ്പോൾ ഇതിനോടൊപ്പം നമ്മൾ എടുക്കുന്ന ഒരു കാര്യമാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്ന് പറയുന്നത്. എന്താണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്? പുതിയ തീരുമാനങ്ങൾ. പുതിയ വർഷത്തിൽ സിംപ്ലി പറയുകയാണെങ്കിൽ പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നു. നമ്മുടെ അതുവഴിയുള്ള പഴയ ജീവിതത്തിലുള്ള ചില ചീത്ത ശീലങ്ങളെ മാറ്റി അല്ലെങ്കിൽ പുതിയ ശീലങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ തന്നെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഒരു ഹാപ്പി ന്യൂ ഇയറിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട്. മിഡിൽ ക്ലാസ് ആയാലും ഹൈ ക്ലാസ് ആയാലും ലോവർ ക്ലാസ് ആയാലും ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യരും ന്യൂ ഇയർ ആഘോഷിക്കുന്നു. ആ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ വളരെയധികം സന്തോഷവാന്മാരാക്കുന്നു, ഉന്മേഷവതികളുമാക്കുന്നു. പുതിയ ആ ഒരു ന്യൂ ഇയർ ഇതിലേക്ക് കടക്കാനായിട്ട് പറ്റുന്നു. അത് കടന്നതിന് ശേഷം പിന്നെ എന്തുണ്ടാകുന്നു? നമ്മൾ ഈ ന്യൂ ഇയർ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ആ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്കോ ഫാമിലി ലൈഫിലേക്കോ തിരിച്ചെത്തി കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ കുറേ ന്യൂ ഇയറുകൾ നമ്മൾ ആഘോഷിച്ചു. ഈ ന്യൂ ഇയറുകൾക്കെല്ലാം ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ആത്യന്തികമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോൾ ചിലരൊക്കെ ചില തീരുമാനങ്ങൾ എടുത്ത് അത് കുറച്ച് നാൾ ചിലപ്പോൾ അവർ ഫോളോ ചെയ്തായിരിക്കാം, കുറച്ച് നാൾ അത് ഫോളോ ചെയ്തിട്ടില്ലായിരിക്കാം. അതൊക്കെ സംഭവിക്കും. ഇപ്പോൾ അടുത്തിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കാര്യം, നമ്മൾ 23 days അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഫുള്ളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്ന പോലെ. അതൊക്കെ കുറേയൊക്കെ അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമായിരിക്കാം. 23 days അത് നമ്മൾ ഫോളോ ചെയ്തു, പിന്നെ നമ്മുടെ അതൊരു ഹാബിച്വൽ ലേണിംഗ് അനുസരിച്ച് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു അതിനോട് കണ്ടീഷൻഡ് ആവാണ്. അപ്പോൾ അതുവഴി നമ്മളിപ്പോൾ വീണ്ടും കളിക്കാൻ ഇപ്പോൾ എല്ലാ ദിവസവും 5 മണിക്ക് ബാസ്കറ്റ് ബോൾ എടുത്ത് കളിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് എല്ലാ ദിവസവും ആ ഒരു 5 മണിയാകുമ്പോൾ ബാസ്കറ്റ് ബോൾ എടുത്ത് കളിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളത് ഇതാണ്. അപ്പോൾ അതൊരു ഹാബിറ്റ് ഫോം ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു ഈ ഒരു 23 days എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ന്യൂ ഇയറിൻ്റെ സമയത്ത് നമ്മൾ ചില റെസൊല്യൂഷൻ എടുത്ത് കുറേ കാലം നമ്മളത് ഫോളോ ചെയ്തു, പിന്നെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല. ചിലപ്പോൾ 23 days നമ്മളത് ഫോളോ ചെയ്തു, പിന്നെയും കുറേ നാളും കൂടി ഫോളോ ചെയ്തു, പിന്നെ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറന്നുപോയി, നമുക്കത് പറ്റിയില്ല. ചില ബാഹ്യ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടേതായ ചില പേഴ്സണൽ കാരണങ്ങൾ കൊണ്ടോ നമുക്കത് ഫോളോ ചെയ്യാനായിട്ട് പറ്റാതെ. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇത് യഥാർത്ഥത്തിൽ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ്, എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്തുകൊണ്ട് നമുക്കത് ഫോളോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല? എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ കുറച്ച് മെജോറിറ്റി ഓഫ് പീപ്പിളിനെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ശതമാനം പീപ്പിളിനെങ്കിലും ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഫോളോ ചെയ്യാൻ പറ്റാതെയായിട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആളുകൾക്ക് ന്യൂ ഇയർ, അല്ലെങ്കിൽ നമ്മളടങ്ങുന്ന സൊസൈറ്റി, ആളുകൾ എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മളെ തന്നെയാണ്. അപ്പോൾ നമ്മളടങ്ങുന്ന സൊസൈറ്റിക്ക് എന്തുകൊണ്ടാണ് ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഫോളോ ചെയ്യാനായിട്ട് പലപ്പോഴും പറ്റാതെ വരുന്നത്? അതിൻ്റെ കാരണങ്ങൾ എന്താണ്? സോ ഹിയർ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ന്യൂ ഇയർ എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ന്യൂ ഇയർ? ന്യൂ ഇയർ എന്ന് പറയുന്നത് ബാഹ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഏതൊരു സെലിബ്രേഷൻ പോലെ ദീപാവലിയോ ഹോളിയോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ സെലിബ്രേഷൻസോ ഒക്കെ പോലെ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരു സെലിബ്രേഷനാണ് ഈ ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയറിനെ നമുക്ക് എത്രത്തോളം നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും? നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണോ ന്യൂ ഇയർ?
നമ്മൾ ശരിക്കും ഗഹനമായി ചിന്തിക്കുകയാണെങ്കിൽ ന്യൂ ഇയറിന് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഓരോ സെലിബ്രേഷൻസ് വന്നു പോകും. നമ്മളിപ്പോൾ പള്ളിപ്പെരുന്നാൾ വരുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നു. അതുപോലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് വിടുന്ന ഒരു കാര്യമാണ് ന്യൂ ഇയർ. അപ്പോൾ നമുക്കത് കുറച്ച് നേരത്തേക്ക് ഒരു സ്ട്രെസ് റിലാക്സേഷനും നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും എല്ലാം നമുക്ക് ന്യൂ ഇയർ പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് വളരെ നിസ്തർക്കമായ കാര്യമാണ്. പക്ഷേ അതിനുശേഷം നമ്മൾ ആ ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഞാൻ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുറേ തീരുമാനങ്ങൾ എടുത്തു എന്ന് പറഞ്ഞ് പിന്നീട് ആ തീരുമാനങ്ങൾ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചു, അല്ലെങ്കിൽ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചു, പിന്നെ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ആ ന്യൂ ഇയർ എത്രത്തോളം എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ന്യൂ ഇയർ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളാണ്. ന്യൂ ഇയർ അല്ല നമ്മളെ ഒരു തീരുമാനം എടുക്കാൻ ഫോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു സെലിബ്രേഷൻ മാത്രമാണെന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് തീർച്ചയായും അതിനെ സെലിബ്രേറ്റ് ചെയ്യണം. അതിൻ്റെ സമൃദ്ധിയിൽ തന്നെ പല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യണം. പക്ഷെ ഒരിക്കലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ന്യൂ ഇയറിനെ നമ്മുടെ ലൈഫായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും നമ്മുടേതായ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റിയും കഴിവും ലോജിക്കും നമുക്കുണ്ട്. അല്ലെങ്കിൽ ദൈവവിശ്വാസികളാണെങ്കിൽ ദൈവവിശ്വാസം, ദൈവം നമുക്കത് തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് അതിനുള്ള ലോജിക്കും കഴിവും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ലെറ്റ് us take decisions with our mind and heart, not with the passing of the time. So if we take real decisions with our mind and heart, we can really make radical changes in our life than just passing of time. Thank you, dear friends.